മിയ ജീവിതത്തിൽ ഏതെങ്കിലും സദസ്സുകളിൽ പോയിട്ട് ഇങ്ങനെ തമാശ പറയണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടുള്ള ആളാണോ, ചെയ്യാറുണ്ടോ? എനിക്ക് തമാശ കേട്ട് ചിരിക്കാൻ മാത്രമേ അറിയൂ. ഈ ആദ്യ രാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ കല്യാണം കഴിച്ച പയ്യനുണ്ടല്ലോ, അദ്ദേഹം ആദ്യം ചെന്ന് റൂമിലിരിക്കും. പെണ്ണുങ്ങൾ ആരെങ്കിലും ഉന്തി തള്ളി അവിടെ കൊണ്ടുവന്ന് വിട്ടാലേ അവർ പോവുള്ളൂ. ഇതാ ഒരു ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ. പിറ്റേ ദിവസം മുതൽ പെണ്ണുങ്ങൾ ആദ്യം അവിടെ പോയിരിക്കും, മറ്റവരെ അവർക്ക് തോന്നുമ്പോഴേ വരുള്ളൂ. പള്ളിക്കുടുത്തി പോയെങ്കിലും ആന്നൊരക്ഷരം എഴുതണ്ട. പറയണമെങ്കിൽ ഒന്നുപോലെ സൂചി കൊണ്ട് കുത്തണം, അല്ലെങ്കിൽ തീ കൊണ്ട് കുത്തണം. Once upon a time, once upon a time, once upon a time, once upon a time. ഹലോ, നമസ്കാരം. അമൃത ടെലിവിഷനും RP എന്റർടൈൻമെന്റ്സും ചേർന്ന് അവതരിപ്പിക്കുന്ന ഫൺസ് അപ്പോൺ എ ടൈം സീസൺ 4 സ്റ്റാൻഡപ്പ് ഫോർ ഗേൾസ് മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ ലവിംഗ് ജഡ്ജസിനെ, നമ്മുടെ ഷോയുടെ ഹൈലൈറ്റ്സ് ആണ് ഇവർ, ലവിംഗ് സ്റ്റാർസ്. ലെറ്റ്സ് വെൽക്കം ശ്രീ രമേഷ് പിഷാരടി ആൻഡ് മിയ. അങ്ങനെ പുതുമകൾ ഒത്തിരി നിറഞ്ഞ മറ്റൊരു എപ്പിസോഡിലേക്ക് മേക്കും രമേശ് ഏട്ടനും സ്വാഗതം. മിയ ഇപ്പോൾ വന്ന സ്ഥിതിക്ക് നമ്മുടെ ഈ ഒരു പുതിയ പരിപാടിയിൽ കൂടുതലും പെൺകുട്ടികൾ മാത്രമാണല്ലോ, പെൺകുട്ടികൾ മാത്രം പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിട്ട് തോന്നിയത്. അപ്പോൾ ഈ പെൺകുട്ടികളുടെ സ്റ്റാൻഡപ്പ് കോമഡി കാണുമ്പം മിയ ജീവിതത്തിൽ ഏതെങ്കിലും സദസ്സുകളിൽ പോയിട്ട് ഇങ്ങനെ തമാശ പറയണമെന്നും തമാശ പറയുന്നവരാണെന്നും ആഗ്രഹിച്ചിട്ടുള്ള ആളാണോ, ചെയ്യാറുണ്ടോ? എന്നെ കൊണ്ട് ഒട്ടും നടക്കത്തില്ല. ഞാൻ എന്തെങ്കിലും ഒരു എന്റെ ജീവിതത്തിൽ നടന്ന കഥയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് പറയുകയാണെങ്കിലും ഇത് കേൾക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്, നീ വേറൊരു രീതി പറയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ചിരി വന്നേനെ, ഇത് ചിരി വന്നില്ല എന്നൊക്കെ. അത് കാരണം ഞാൻ അത് അറ്റംപ്റ്റ് പോലും ചെയ്യാറില്ല. എന്റെ കഥകൾ പോലും ഞാൻ മമ്മീനെയാണ് പറയാൻ ഏൽപ്പിക്കാറ്. കാരണം മമ്മി എന്നെക്കാൾ നന്നായി പ്രസന്റ് ചെയ്യും. എനിക്ക് തമാശ കേട്ട് ചിരിക്കാൻ മാത്രമേ അറിയൂ. എനിക്കായിട്ട് പറയാനൊരു മിടുക്കില്ല. പക്ഷെ പൊതുവെ മിയ ഇത്തിരി ഒച്ചത്തിൽ പറയുന്ന ആളും ഭയങ്കര കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്ന ആളും ഒക്കെ ആണല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൂടെ? അയ്യോ, പറഞ്ഞാ ഒക്കുന്നില്ല. എന്താ നിങ്ങൾ ബോധപൂർവ്വം തമാശ പറയാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലാണ്ടെന്ന് പറഞ്ഞു കാര്യം പറഞ്ഞു നോക്കുമ്പോൾ ആൾക്കാർ ചിരിച്ചോളൂല്ലോ. എനിക്കറിയത്തില്ല, എനിക്ക് പ്രസന്റ് ചെയ്യാൻ അറിയത്തില്ല. ശരി, അപ്പു മിയയുടെ നിങ്ങളുടെ കഴിഞ്ഞ കുറെ നാളത്തെ ജീവിതത്തിൽ അപ്പു മിയയുടെ ഏത് തമാശ കേട്ടിട്ടാണ് ഏറ്റവും കൂടുതൽ ചിരിച്ചത്? അയ്യോ, അപ്പോ പക്ഷേ വളരെ ചുരുക്കമുള്ളൂ. പക്ഷെ ഉണ്ടല്ലോ, ചിലതൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഒത്തില്ല പറയണ്ട അതുവരെ കാരണം ഒക്കുന്നില്ല. അപ്പു തമാശ പറയാറുണ്ടോ? പുള്ളി ചില നേരത്തുണ്ടല്ലോ, ചില നേരത്ത് നല്ല ഡയലോഗ് അടിക്കും. അന്നേരം ഞാൻ നല്ലപോലെ ചിരിക്കും, എൻജോയ് ചെയ്യും. അത് കൊള്ളാം, നൈസാന്ന് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും. എപ്പോഴും ഇല്ല, ഇടയ്ക്ക്. പക്ഷെ കുറുക്കിക്കൊള്ളുന്നത് വരും. ഷാർപ്പാണ്, ചില നേരത്ത് കറക്റ്റ് ആയിട്ട് വരും. അല്ല, അതൊരു സ്പെഷ്യൽ കഴിവ് തന്നെ വേണം. ഫാമിലിന്നല്ലേ, ചേട്ടൻ ഫാദർ നല്ലപോലെ അല്ലേ തമാശയൊക്കെ പറയുന്നത്. പിന്നെ എന്റെ അച്ഛൻ എയർഫോഴ്സിൽ അതിർത്തിയിൽ തമാശ പറയുകയായിരുന്നു കുറെ നാള്. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ചേട്ടൻ. എന്റെ വീട്ടിൽ അങ്ങനെ നമ്മൾ കൂടുമ്പം ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ 5 മക്കളായിരുന്നു. 5 മക്കൾ ഒരു ചെറിയ ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്. വെള്ളൂർ പേപ്പർ കമ്പനിയുടെ ക്വാർട്ടേഴ്സ് ആണ്. അപ്പൊ ഒരു ചെറിയ റൂമാണ്. ഈ വട്ടം കഴിഞ്ഞ് ഇച്ചിരി കൂടെ കാണും ഒരു റൂം, അത്രേ ഉള്ളൂ ഇതില്. അപ്പോ നമുക്ക് വർത്താനം പറയാനും വേറൊരു വഴിയില്ല. ഒരുപാട് വർത്താനം പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയുകയും പിന്നെ വേറെ എന്റർടൈൻമെന്റുകളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഇപ്പൊ എന്റെ മൂത്ത ചേച്ചിയൊക്കെ നമ്മൾ ആ നാട്ടിലുള്ള ഒരുപാട് പേരെ അനുകരിച്ചും അവരുടെ കാര്യങ്ങൾ പറഞ്ഞും സിറ്റുവേഷൻസ് പറഞ്ഞും ഒക്കെ ചെയ്യുമായിരുന്നു. അത് ചെയ്യുന്നതിന്റെ ഒരു സുഖവും അതിലെ കുറെ നർമ്മങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ 5 മക്കളാന്ന് പറഞ്ഞല്ലോ. അപ്പൊ 5 മക്കൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട് മാറി പുതിയ താമസ സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ 5 പേരുണ്ട്. ഞങ്ങൾ സന്തോഷ്, സതീഷ്, രമേശ്, വിമല, നിർമ്മല. ഇത് പാല് കൊണ്ടുതരുന്നൊരു ചേച്ചിക്ക് ഇത് സന്തോഷ്, സതീഷും, വിമലൻ, നിർമ്മലൻ, രമേശും ഒക്കെ കൂടെ തന്നെ കൺഫ്യൂഷൻ. അപ്പൊ ഈ ചേച്ചി തന്നെ കുറച്ചു കാലം കഴിഞ്ഞ് ഞങ്ങൾ 5 പേരുടെയും കല്യാണം കഴിഞ്ഞപ്പോ 5 പേരും കൂടെ വന്നല്ലോ. സന്തോഷിന്റെ ഭാര്യ, എന്റെ ചേച്ചിയുടെ ഭർത്താവ്. അപ്പൊ പിന്നെ പുള്ളിക്കാരത്തേക്കും വയസ്സായി. പുള്ളിക്കാരത്തിയുടെ ശേഷം കൂടുതൽ പോയി. എന്റെ ചേച്ചിയുടെ ഭർത്താവിനെ ചെന്ന് രമേശെന്ന് വിളിക്കും, പുള്ളി തെറ്റും. അങ്ങനെ ഇവർക്ക് ഒരു ദിവസം അമ്മ കൃത്യമായിട്ട് ഈ പോലീസിന്റെ തിരിച്ചറിയൽ പരേഡ് പോലെയൊക്കെ നിർത്തി, ഞങ്ങൾ എല്ലാരെയും കൂടെ നിർത്തിയിട്ടൊക്കെ ഇതെന്നൊക്കെ എന്റെ അമ്മ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് അമ്മ അതോട്ട് പോയ സമയത്ത് ഞാൻ പിന്നെയും കൺഫ്യൂഷൻ ആക്കി വിടും. ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ ആക്കി വിടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചിരിക്കുകയും ചെയ്തിട്ടുള്ള നർമ്മങ്ങളല്ലാതൊരു അങ്ങനെ ആർക്കും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഓക്കെ, എന്നാലും നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രസൻസ് ആണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. നിങ്ങളുടെ സീറ്റ്സ് റെഡിയാണ്. നമുക്ക് ജഡ്ജസിനെ അങ്ങോട്ടേക്ക് ക്ഷണിക്കാം, പ്ലീസ്. മത്സരം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് 2 മിടുക്കരായ മത്സരാർത്ഥികളുണ്ട്.
അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം അശ്വതി ആൻഡ് ഓമന. അടിപൊളി. എനിക്ക് തോന്നി ആ നടന്നു വന്ന് ശ്രദ്ധിച്ചോ? അതെ, അതാ ഞാൻ പറയാൻ വന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ട് അവര് ഈ നടത്തു മത്സരത്തിന് ആദ്യം ആര് ഫസ്റ്റ് അടിക്കുന്നുള്ള പോലെ അല്ല, ഈ ആന്റിയുടെ ഓമന ചേച്ചി. ഓമന ചേച്ചി ആ. ഓമന ചേച്ചിയെ ഫസ്റ്റ് അടിച്ചത് ഓമന ചേച്ചി ഇങ്ങനെ വന്നത്. പോലെ നടന്ന് സ്റ്റൈലായിട്ട്. സുഖമല്ലേ? എന്തുണ്ട് പുതിയ വിശേഷം? എന്തുണ്ട്? സുഖായിരിക്കണോ? ആ, കഴിഞ്ഞ എപ്പിസോഡ് എന്തായാലും വളരെ ഗംഭീരമായിട്ട് ചെയ്തു. ഇത്തവണയും അങ്ങനെ തന്നെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓമന ചേച്ചി എവിടുന്നാ വരുന്നത്? ഞാൻ കുട്ടമ്പുഴ. കുട്ടമ്പുഴ. ആ കുട്ടമ്പുഴ നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേതം. ആ അത് ഞങ്ങളുടെ 8ാം വാർഡ്. പിന്നെ അല്ല, ഇത് ഇഷ്ടംപോലെ നമ്മളെ പടമൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ. അതെ അതെ പിന്നെ, അതെ. പുലിമുരുകനൊക്കെ എവിടെയായിരുന്നു തോന്നുന്നു. ആ. പിന്നെ അച്ചയൻസ്. ആ ശരി. എന്റെ ചോദ്യം, വീടിനടുത്ത് ഏത് ഷൂട്ടിംഗ് വന്നിട്ടുള്ളത്? എന്റെ വീടിന്റെ അടുത്തോ? ഏതാ സ്ഥലം? ഏതാ? ആലുവ. ആലുവ പുഴയുടെ തീരത്ത്. അതൊന്നും ഷൂട്ട് കാണാൻ പോയില്ല. പ്രേമം സിനിമയൊക്കെ അവിടെ അടുത്തുണ്ട്. ആ അതിപ്പോ പറഞ്ഞു തരേണ്ടി വന്നു, അല്ലാണ്ട് പോയില്ലേ? കാണാൻ പോയിട്ടുണ്ടായില്ല. ഓമന ചേച്ചി ജീവിതത്തിൽ ആദ്യം കണ്ട ഷൂട്ടിംഗ് ഏതാ? ഷൂട്ടിംഗ് എന്ന് വെച്ചാല് സിനിമ ഷൂട്ടിംഗ് അല്ലെങ്കിൽ ഞാൻ പോയിട്ടില്ല. സിനിമയ്ക്ക് മാത്രമേ പോവുള്ളൂ. സിനിമ കല്യാണം കഴിക്കണ മുൻപ് 2 സിനിമ കണ്ടു. അതെന്താ വെച്ചാൽ ഒന്ന് സ്റ്റേഷൻ മാസ്റ്റർ, ഒന്ന് ഭാർഗവി നിലയം. പിന്നെ കണ്ടേക്കണത് കല്യാണമൊക്കെ കഴിഞ്ഞ് 1 വർഷമായപ്പോഴത്തേക്കും ആയി. അപ്പൊ പിന്നെ അതുകൊണ്ടൊന്നും പോകാൻ പറ്റൂലല്ലോ. പറഞ്ഞ ഞങ്ങൾ കൃഷിക്കാരാണ്. അപ്പൊ ഇങ്ങനെ അതിലുള്ള സമയങ്ങളൊന്നുമില്ല. പശു വളർത്തല്. എത്ര പശുവുണ്ട്? ഇപ്പൊ പശുവൊന്നുമില്ല. എന്റെ ഭർത്താവ് 4 വർഷമായി മരിച്ചിട്ട് 4 പശുക്കൾ ഉണ്ടായിരുന്നു. എല്ലാ കൃഷികളും ഞങ്ങൾ 18 ആള് പണിക്കാരൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. കപ്പ വിറ്റുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഞങ്ങൾ തിന്നണമെന്ന് തോന്നുവാണെങ്കിൽ 2 കിലോ കപ്പ കടയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കും. പന്നി തരില്ല, ആന തരില്ല, മുള്ളം തരില്ല. പിന്നെ അങ്ങനെയുള്ള മൃഗങ്ങളെല്ലാം നശിപ്പിച്ച് കളയും. ഒരു സാധനവും കപ്പ, ചേമ്പ്, ചേന, ചെറിയഴങ്ങ്, കാച്ചില്, ഇതെല്ലാം ഞങ്ങൾ വിറ്റോണ്ടിരുന്ന ആൾക്കാരാ. ഇപ്പൊ അതൊക്കെ ഞങ്ങൾ കാശ് കൊടുത്ത് മേടിക്കുവാണ്. എന്തായാലും ജോലി ചെയ്യുന്നുണ്ടോ ഇപ്പുറത്തെ സൈഡില്? ഞാൻ തയ്ക്കുന്നുണ്ട്. പിന്നെ പാടാൻ പോകുന്നുണ്ട് ചെറുതായിട്ട്. പാടാൻ പോകുന്നുണ്ടോ? എവിടെയാ പാടാൻ പോവാ? അത് പിന്നെ ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു കുട്ടമശ്ശേരിയിലുള്ളത്. അവരാണ് എപ്പോഴും വിളിക്കാറുള്ളത്. മെയിൻ ഫസ്റ്റ് പാട്ട് ഏതാ നമ്മുടെ ട്രൂപ്പിലെ ഗാനമേളയുടെ ഫസ്റ്റ് പാട്ട്? പ്രിയ സഖി ഗംഗേ പറയൂ പ്രിയമാനസനെവിടെ, ഓ ഹിമഗിരി ശൃംഗമേ പറയൂ ഹൃദയേശ്വരനെവിടെ, ഓ പ്രിയ സഖി ഗംഗേ. ഗംഭീരമായി. കഥാപ്രസംഗം പറയും, എഴുതും, കവിത എഴുതും. ഒത്തിരി ഒന്നുമില്ല കേട്ടോ. കൊച്ചു പിന്നെ നാടൻപാട്ട്. കൊച്ചു കവിത ഒരു 4 വരി. ഇപ്പൊ കൊച്ചു കഥ കുറച്ച് 4 വരി പഠിയാ. 4, 5, 6 വരി വരെ പോവാം. വെള്ളമടുപ്പത്ത് വച്ച് അമ്മ മെല്ലെ ഇളക്കിയിരുന്നു. അമ്മയ്ക്കിരുവശത്തായി മക്കൾ കുത്തിയിരുന്നു കരഞ്ഞു. ചട്ടി 2 എടുത്ത് അവർ അമ്മയ്ക്കരികിൽ നിരത്തി. വയറു വിശക്കണൻ്റെ അമ്മേ വേഗം കഞ്ഞി വിളമ്പിത്തരണേ. കഞ്ഞിയില്ല ഈ കലത്തിൽ വെറും വെള്ളമാണ് ഉള്ളതെന്ന് എങ്ങനെ മക്കളോടോതും ഞാൻ എന്തു വിളമ്പിക്കൊടുക്കും. ഓമന ചേച്ചി സിനിമകളൊന്നും അങ്ങനെ അധികം കാണാറില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു പണിയുണ്ട് കേട്ടോ. ഇത് 2 പേർക്ക് നമ്മളൊരു സിനിമാ കഥ കൊടുക്കും. 3 സിനിമാ കഥകൾ ചേർത്തിട്ടുള്ള ഒരൊറ്റ കഥയാണ്. സിനിമകൾ ഏതാണെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ? കിട്ടിയാലോ? ഇവിടെയോ? ഓക്കെ. അപ്പൊ ഈ സിനിമാ കഥ പ്രസന്റ് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ താത്ത പ്രോ മാക്സിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. ഫേസ്ബുക്കിൽ റീൽസുകളിൽ ട്രെൻഡിങ്ങിൽ റബ്ബിൽ ആലമീനായ തമ്പുരാനെ
ഞാനേ ഒരു ചെറിയ മാജിക്കായിട്ടാ വന്നേക്കണേ. ഇത് കഥയില്ലേ അപ്പം? കഥയുണ്ട്, അതിനു മുമ്പ് ഒരു ചെറിയ മാജിക്ക്. അതിനാണ് ഈ പാഡൊക്കെ അപ്പൊ കൊണ്ടുവന്നേക്കുന്നത്. ഞാൻ ഈ ഒരു കടലാസിൽ ഒരു അക്ഷരം അക്ക എഴുതിയിട്ടുണ്ട്. ഇത് മിയയ്ക്ക് കൊണ്ടേ കൊടുക്കേ. ഓ കൊടുക്കാം. തുറന്നു നോക്കരുത്, തുറന്നു നോക്കരുത്, തുറന്നു നോക്കരുത്. വേഗം ആയിക്കോട്ടെ. ഇപ്പൊ നമ്മുടെ പാടിനകത്ത് കുറച്ച് അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്, 1 മുതൽ 8 വരെ. അതിന് തുറന്നു നോക്കാം. നോക്കരുത്, നോക്കരുത്. 1 മുതൽ 8 വരെ എഴുതിയിട്ടുണ്ട് ഇല്ലേ? 1, 2, 3, 4, 5, 6, 7, 8. ഇതിനകത്ത് ഇഷ്ടമില്ലാത്ത 4 അക്കം പറയണം. ഇഷ്ടമില്ലാത്ത 4 അക്കം വേം പറയണം. വേം പറ. 3 3 6 3 6 7 7 4 പറഞ്ഞോണ്ടി പറയണം. 8. 8. അപ്പൊ ഇഷ്ടമുള്ളത് 1, 2, 4, 5. 1, 2, 4, 5. ഇനി ഇതിനകത്ത് ഇഷ്ടമില്ലാത്ത 2 പറയണം. ഇതിനകത്ത് ഈ 5 2 4 ഇഷ്ടമില്ലാത്ത 2 പറയണം. അതേതൊക്കെയായിരുന്നു? ഏതെങ്കിലും പറഞ്ഞോ? 1, 2, 4, 5. 1, 2 2 2 പറയാൻ പറ്റുള്ളൂ. അപ്പൊ ബാക്കിയുള്ളത് 4, 5. 5 ഇനി ഇഷ്ടമില്ലാത്ത 1 പറയണം. 4 4. ബാക്കി വന്നേക്കണത് 5 അല്ലേ? ആ കയ്യിലുള്ളത് തുറന്നു നോക്കിയേ. തുറന്നു നോക്കിയേ. ആഹാ. ദൈവമേ, അതെങ്ങനെ? അതാ മാജിക്. എന്നാലും ഇതിലെന്തോ കളിയുണ്ടല്ലോ താത്ത. അത് മാജിക്കാണ്. ഇതിന്റെ മാജിക്ക് സംബന്ധിച്ചു. പക്ഷെ ഇത് എന്തോ അതങ്ങനെ ഭയങ്കരം. സീക്രട്ട് പറഞ്ഞു തരൂല. ഞാനിത് എന്തോ ഒരു നർമ്മം കയറി വരുമെന്നാണ് വിചാരിച്ചത്. ഞാൻ വിചാരിച്ചത് വേറെ ഏതെങ്കിലും നമ്പറായിട്ട് വരും. ഇവർക്കൊക്കെ ആർക്കൊക്കെ അറിയാന്ന് തോന്നുന്നല്ലേ? അറിയാമോ? നിങ്ങൾക്കറിയാവോ? ഈ കൊച്ചിനെ അറിയാം. ശരി. അപ്പൊ കഥ പറയട്ടെ. 3 സിനിമാ കഥ ചേർത്തുള്ള ഒരു കഥയാണ്. ശ്രദ്ധിച്ചു കേട്ടോ. 23 വയസ്സുള്ള ഓമനക്കുട്ടൻ ഇപ്പോഴും +2 വിദ്യാർത്ഥിയാണ്. കൂട്ടുകാർ അവനെ മൂത്താപ്പ എന്നാണ് വിളിക്കാറ്. തൻ്റെ സുഹൃത്തിൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് വീട്ടിൽ നിന്ന് സമ്മതം വാങ്ങി പോകുന്ന ഈ ഓമനക്കുട്ടന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വരുന്നു. ഇത് വീട്ടിലറിഞ്ഞാൽ വലിയ പ്രശ്നമാകും എന്ന് മനസ്സിലാക്കിയ നായകൻ തൻ്റെ ഭാര്യയെ വേലക്കാരിയാണെന്ന് നുണ പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു. സത്യം അറിയാത്ത നായകന്റെ 2 ചേട്ടന്മാർ അവളെ വളയ്ക്കാൻ പുറകെ നടക്കുന്നു. മൂത്ത ചേട്ടൻ വേലക്കാരി ആയിരുന്നാലും നീയൻ മോഹവല്ലി എന്ന് വരെ പറഞ്ഞു. ഇനി 2 പേരും നായികയെ സ്വന്തമാക്കാൻ മലഞ്ചെരുവിൽ തോൾ സഞ്ചിയും തൂക്കി മത്സരിച്ച് പാട്ടുപാടി നടന്നു. 2 പേരിൽ ആരെ സ്വീകരിക്കുമെന്ന കൺഫ്യൂഷനിലായ മീര മുറ്റത്ത് കളം വരച്ച് തുളസിയിലിട്ട് തൻ്റെ കാമുകനെ കണ്ടെത്തുന്നു. 3 സിനിമകൾ. 3 സിനിമകൾ. ആദ്യത്തത് ദിലീപിന്റെ പടമാണല്ലേ? അതെ, പേര് വിളിച്ച് പറയരുത്. ഇല്ല. ഓമന ചേച്ചി എന്തെങ്കിലും ഒരു ക്ലൂ? പേരൊന്നും എനിക്കറിയില്ല. ആദ്യത്തേത് ദിലീപ് അല്ല, ജയറാമാണ്. അത് താത്ത പെട്ട്. അവള് വേലക്കാരി എന്ന് പറഞ്ഞ അവൾക്ക് കൊണ്ടുവന്നത്. അത് ആദ്യത്തെ അല്ല, രണ്ടാമത്തെ. അത് രണ്ടാമത്തെയാ. അത് രണ്ടാമത്തെ. രണ്ടാമത്തെ കുഴപ്പമില്ല, പടം പറഞ്ഞു. അത് മാത്രം എനിക്ക് അത്ര പേരൊന്നും എനിക്കറിയില്ല. അത്ര എനിക്ക് മനസ്സിലായി. ശോഭനയാന്നറിയാം. അത് പേര് ഇവിടെ അറിയോ? ആ സിനിമയുടെ പേരറിയോ? മേലെപ്പറമ്പിൽ അൻവീട്. ആ, അടുത്തത് നന്ദനം ഹരികൃഷ്ണൻസ്. രണ്ടെണ്ണം. കറക്റ്റ് ആണ്. ഒരെണ്ണം കൂടി ഉണ്ട്. ദിലീപിന്റെ സിനിമയാണ് തിലകനച്ഛനാണ്. അത് Yes. മരിവില്ലിന്മേൽ ഒരു മഞ്ഞ കൂടാരം അല്ല. താരഹ. അതിന് അങ്ങനെ ക്ലൂ ആണ് വേണമെങ്കിൽ അതിനകത്ത് ഒരു താലികെട്ടുണ്ട്. മീനത്തിൽ തലയിട്ട്. അങ്ങനെ അശ്വതി ചേച്ചി 3 ഉത്തരം ശരിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. മീനത്തിൽ താലികെട്ട്, മേലെപ്പറമ്പിൽ ആൺവീട്, ഹരികൃഷ്ണൻസ്. അപ്പൊ ഇന്ന് ആദ്യം പെർഫോം ചെയ്യുന്നത് അശ്വതി ചേച്ചിയാണ്. നമസ്കാരം. എല്ലാരും ഉണ്ടല്ലോ. സുഖമായിട്ടിരിക്കുന്നു എല്ലാരും. അല്ലെങ്കിൽ ഇരിക്കുന്ന സുഖമാണല്ലോ, അതെനിക്കും അറിയാം. എന്തായാലും നമസ്കാരം. ഞാൻ അശ്വതി, ദേശം കുന്നുംപുറത്തു നിന്ന് വരുന്നു. നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവും അല്ലേ? എനിക്കും ഉണ്ടായിരുന്നു കുറേ ആഗ്രഹങ്ങൾ ചെറുതിലെ. അതിലൊരാഗ്രഹം എനിക്ക് കലശലായിരുന്നു. ആ ആഗ്രഹം സാധിക്കുകയും ചെയ്തു. പക്ഷെ എപ്പോഴാണെന്നറിയോ? ഞാൻ ആഗ്രഹിച്ചപ്പോഴല്ലെന്ന് മാത്രം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 വയസ്സിൽ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച ആരെങ്കിലും ഉണ്ടോ കൂടെ? ആരും ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടായിരുന്നു ഞാനൊരു വികാര ജീവിയാണ്. ഒന്നുമല്ല, ഞാനൊരു വിചാര ജീവിയാണ്.
അതുകൊണ്ടാണ് എനിക്ക് 9 വയസ്സിൽ കല്യാണം കഴിക്കണമെന്ന് തോന്നിയത്. അതിന് കാരണം എൻ്റെ വല്യമ്മാമയാണ്. അമ്മാമ്മ പറയുന്ന പെൺകുട്ടികൾ രാവിലെ നേരത്തെ എണീറ്റ്, അതായത് 4 മണിക്ക് എണീക്കണം, വീട്ടിലെ പണികളൊക്കെ ചെയ്യണം. എങ്ങനെ അങ്ങ് അകത്തളം മുതൽ പടിപ്പുര വരെ അടിച്ച് തളിച്ച് അകത്ത് വന്നിട്ട് കുളിയും കഴിഞ്ഞിട്ട് വേണം അടുക്കള കയറാനെന്നാണ് പറയാം. ഇങ്ങനെ പണിയെടുത്തെടുത്ത് ഞാൻ മടുത്തു. അങ്ങനെ ഇരിക്കും എൻ്റെ ചേട്ടത്തിക്ക് കല്യാണമായി. കല്യാണം നിശ്ചയം കഴിഞ്ഞതോടുകൂടി ഞാൻ നോക്കുമ്പോൾ ഇയാളെ ഒരു പണി എടുക്കുന്നില്ല. 6 മണിയാകുമ്പോഴത്തേക്കിന് എണീറ്റ് വരും, കുളിയൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പോയിട്ടൊരു മൂളിപ്പാട്ടൊക്കെ ആയിട്ട് വന്ന് കയറുമ്പോഴത്തേക്കിന് കഴിക്കാനുള്ളത് റെഡി ആയിട്ടുണ്ടാവും. ആള് കഴിക്കലും കഴിഞ്ഞ് നല്ല ഉടുപ്പൊക്കെ ഇട്ട് മുല്ലപ്പൂവൊക്കെ വെച്ച് സന്തോഷമായിട്ട് ഇങ്ങനെ നടക്കുന്നു. എൻ്റെ കുഞ്ഞു മനസ്സിലൊരു ലഡു പൊട്ടി. കല്യാണമായി കഴിഞ്ഞാൽ ഒരു പണി എടുക്കണ്ട. എൻ്റെ ആ നാട്ടിലുള്ള സകല മനുഷ്യരോടും ഇന്നും എനിക്ക് അവരോട് വൈരാഗ്യമുണ്ട് കേട്ടോ. ഞാൻ എനിക്കറിയാവുന്നവരോടും അല്ലാത്തവരോടുമായിട്ട് എല്ലാവരോടും ചെന്ന് പറഞ്ഞ് ആരെങ്കിലും ഒന്ന് വന്ന് എൻ്റെ വീട്ടിൽ പറയാമോ എന്നെ ഒന്ന് കെട്ടിച്ചു വിടാൻ. ചിലരെന്നെ ഭയങ്കര അത്ഭുതത്തോട് നോക്കി, ചിലർ ഈ കൊച്ചിനെന്താ വട്ടാണെന്നുള്ള ഭാവത്തിൽ നോക്കി, ചിലർ ഞാനൊന്നും പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ള ഭാവത്തിൽ നടന്ന്. എന്നാൽ ഇവറ്റോളൊക്കെ ഉണ്ടല്ലോ, ഞാനൊരു 25 വയസ്സിൽ കല്യാണം കഴിക്കാതെ നിൽക്കട്ടെ, അപ്പം തന്നെ എൻ്റെ പുറകെ നടന്ന് ചോദിക്കാം, കല്യാണം ആയില്ലല്ലേ എന്ന് ചോദിക്കും. ഇത് നായ ചന്തയ്ക്ക് പോകുന്ന പോലെയാ. ഇത് ചോദിച്ചിട്ട് ഇവർക്ക് ഒരു കാര്യമുള്ളതല്ല, എന്നാലും അവർ ചോദിക്കും. ഉറപ്പ് ഈ പറഞ്ഞ് നിങ്ങളും ചോദിക്കും. എന്തായാലും എൻ്റെ ചേച്ചിയുടെ കല്യാണമൊക്കെ ആഘോഷമായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ കല്യാണം കഴിഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ സമയത്ത് രണ്ടുപേരും ഇങ്ങനെ സയാമീസ് ഇരട്ടകളുടെ കൂട്ടാണ് നടന്നിരുന്നത്. ആര് വേർപെട്ടാലും ഞങ്ങൾ വേർപെട്ടില്ല എന്ന് പറഞ്ഞ് തലേ പിടിക്കണോ തോളെ കയറണമെന്ന് ഓർത്താണ് നടന്നിരുന്നത്. ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഏട്ടൻ വന്ന് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനുണ്ടല്ലോ, ഏട്ടത്തി വരാണ് പാടവരമ്പത്തോടൊരു വലിയ വയറും ഒക്കെ ആയിട്ട്. പിള്ളേർ കോളേജിൽ പോകുന്നതന്നെ അതുപോലെ ചെല്ലുമ്പം ചെല്ലട്ടെ എന്ന് പറഞ്ഞു. ഇത് കണ്ടതോടുകൂടി എനിക്ക് മനസ്സിലായി ഈ പണി നമുക്ക് പറ്റിയതല്ലാന്ന്. പക്ഷേ കാലം കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോഴത്തേക്കിന് ഞാനും വലിയ ചേച്ചിയായി. ഞാൻ പറയാതെ തന്നെ എനിക്കും ഒരു കല്യാണം നടത്തി തന്ന എൻ്റെ വീട്ടുകാർ. കല്യാണം കഴിഞ്ഞിട്ടേ 4 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ ശാന്തി മുഹൂർത്തം ഉണ്ടായിരുന്നത്. ഇനി ഈ ശാന്തി മുഹൂർത്തം എന്താണെന്ന് ഓർത്ത് തലമുണ്ടാക്കൊന്നും വേണ്ട, അങ്ങനെയും ഒരു മുഹൂർത്തം ഉണ്ട്, അത്ര തന്നെ. അങ്ങനെ ഈ ആദ്യ രാത്രിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ കല്യാണം കഴിച്ച പയ്യനുണ്ടല്ലോ, അദ്ദേഹം ആദ്യം ചെന്ന് റൂമിലിരിക്കും. പെണ്ണുങ്ങൾ ആരെങ്കിലും ഉന്തി തള്ളി അവിടെ കൊണ്ടുവന്ന് വിട്ടാലേ അവർ പോവുള്ളൂ. ഇതാ ഒരു ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ. പിറ്റേ ദിവസം മുതൽ പെണ്ണുങ്ങൾ ആദ്യം അവിടെ പോയിരിക്കും, മറ്റവരെ അവർക്ക് തോന്നുമ്പോഴേ വരുള്ളൂ. എൻ്റെ ഏട്ടത്തിമാർ ഒരു ഗ്ലാസ് പാലുമായിട്ട് എൻ്റെ റൂമിൻ്റെ വാതൊക്കെ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് അവരവരുടെ പോക്കിന് പോയി. ഞാൻ പുതിയ പെണ്ണാണല്ലോ, ഞാൻ മെല്ലെ കതക് തുറന്ന് അകത്തേക്ക് കാലെടുത്ത് വെച്ച് ഞാൻ നോക്കുമ്പോൾ ആ മഹാൻ കട്ടിലേൽ പുറംതിരിഞ്ഞ് അങ്ങോട്ട് കിടക്കുകയാണ്, പെരുമ്പാൻ വിരവിഴുങ്ങിയിട്ട് കിടക്കുന്ന പോലെ. ഞാൻ മെല്ലെ ആ ഗ്ലാസും പാലും അവിടെ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ച് കട്ടിലിൻ്റെ സൈഡിൽ വന്നിരുന്നു. ഞാൻ അറിയാതെ, പുതിയ പെണ്ണല്ലേ, ഞാൻ അറിഞ്ഞതേയില്ല, എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ആത്മകഥം പുറത്തു വന്നു. അമ്മേ നാരായണാന്ന്. ഇത് കേൾക്കേണ്ട താമസം അങ്ങോട്ട് കിടന്ന ആ മഹാൻ ഇങ്ങോട്ട് ചാടി തിരിഞ്ഞു വന്നിട്ട്, ഞാനേ ഈ നാട്ടിൽ കാല് കുത്തിയപ്പോൾ തന്നെ എനിക്കൊരു വശപ്പശക്ക് ഫീൽ ചെയ്തു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? നിന്റെ നാട്ടിലൊക്കെ അമ്മമാർക്കാണല്ലേ നാരായണൻ എന്ന പേര്, എൻ്റെ നാട്ടിലൊക്കെ അച്ഛന്മാർക്കാണ് നാരായണൻ എന്ന പേരെന്ന്. ഒരു ആദ്യ രാത്രി ഒരു പെണ്ണിനോട് പറയാൻ കൊള്ളുന്ന വാക്കാണോ അത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ എൻ്റെ അവസ്ഥ. എന്ത് തന്നെ ആയാലും ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം ആർഭാടമായിട്ട് ആഘോഷമായിട്ട് സന്തോഷമായിട്ട് കഴിഞ്ഞ്, സന്തോഷമായിട്ടല്ല എന്നെ കെട്ടിയ ആളുമായിട്ട് തന്നെ. അതെല്ലാം കഴിഞ്ഞ് ഇപ്പം 18 വർഷമായി. ഞങ്ങളുടെ ശാന്തി മുഹൂർത്തമൊക്കെ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ പോലും അറിയാതെ വന്നുപോയി. ഇതൊക്കെയാണെങ്കിൽ നല്ല സ്നേഹമുള്ള ആളാണ് കേട്ടോ എൻ്റെ ആള്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ ഒന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അത് മൂപ്പർക്കൊരു എന്താണെന്നറിയില്ല, എപ്പോഴും അങ്ങനെ തന്നെ. ഞങ്ങൾക്കൊരു കുഞ്ഞു കടയാണ് ടൗണിൽ. എല്ലാ ദിവസവും 6:30 ആകുമ്പോൾ അദ്ദേഹം അങ്ങോട്ട് പോകാൻ പോകും. ഞാനൊരു ദിവസം, എല്ലാ ദിവസവും ഞാൻ ഉമ്മറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒപ്പം എത്തും, ആൾ പോവല്ലേ വിചാരിച്ചിട്ട്, ഭാര്യയാണല്ലോ. ഒരു ദിവസം ഞാനവിടെ ചെന്നപ്പോഴത്തേക്കിന് ഞാൻ ചോദിച്ചു, ചേട്ടാ എല്ലാം എടുത്തല്ലോ അല്ലേന്ന്. അദ്ദേഹം എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ കുരിശെടുത്തില്ല എന്ന്. ഞാൻ കുറയോ? ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ഒരു കുരിശ് വേറൊരു കുരിശും ചുമന്ന റോഡിൽ കൂടെ പോകുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല, അങ്ങോട്ട് പോയാട്ടെന്ന് പറഞ്ഞു. ഇതും കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ദിവസം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാണ് കേട്ടോ. എല്ലാ ദിവസവും ഞാൻ ചുരിദാറാണ് ഇടുക. അന്ന് ഞാൻ പതിവിന് വിപരീതമായിട്ട് സാരി ഉടുക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു. ഞാൻ സാരിയൊക്കെ കൊടുത്തു. ഒരു 10 പ്രാവശ്യം ഞാൻ കണ്ണാടി നോക്കി. സുന്ദരിയാണോന്ന് നമ്മൾ തന്നെ നമ്മളെ ഒന്ന് പറഞ്ഞ് വിലയിരുത്തണ്ടേ? എന്താ ഞാൻ സുന്ദരിയല്ലേ? അങ്ങനെ ഞാൻ സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയാണെന്ന് സ്വയം ഉറപ്പ് വരുത്തി ഞാൻ മുന്നോട്ടങ്ങ് നടന്നു. ഇദ്ദേഹൻ്റെ പുറകെ വരികയാണ്. ഞാൻ അങ്ങോട്ട് മുന്നോട്ട് ചെന്നിട്ടൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി, ഇദ്ദേഹം വരണ്ടോ നോക്കിയതാണ്. അപ്പോൾ ഇദ്ദേഹം ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു ചേച്ചിയായിട്ടൊന്ന് വർത്താനം പറയുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ ചോദിച്ചു,
എന്തെന്നാ ചേട്ടാ ആ ചേച്ചി പറഞ്ഞെന്ന് ചോദിച്ചു. അദ്ദേഹം വളരെ സ്നേഹത്തോടെ എന്നോട് പറഞ്ഞു, നീ സാരിയൊക്കെ ഉടുത്തപ്പോഴേ എൻ്റെ ഇരട്ടി പ്രായം തോന്നുന്നു. ഞാൻ ഒട്ടും മടിച്ചില്ല. ഞാൻ പറഞ്ഞതേ കല്യാണം കഴിഞ്ഞിട്ട് വൈകിട്ട് തൊട്ട് ഞാൻ വിളിക്കുന്ന ചേട്ടാ ചേട്ടാന്ന്. ഇപ്പം മുതൽ എന്നെ ചേച്ചി എന്ന് വിളിച്ചോളാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആള് നല്ല സ്നേഹമുള്ളവനാണ്, സന്തോഷമാണ്, ഞങ്ങളുടെ ജീവിതം നല്ല സുന്ദരനാണ്, സുമുഖനാണ്, ഒരുപാട് ഇഷ്ടമാണ് എന്നെ. അദ്ദേഹത്തിൻ്റെ വീക്കെൻഡ്സ് ഒക്കെ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ഉണ്ടല്ലോ, നിങ്ങളുടെ ആണുങ്ങളുടെയൊക്കെ വീക്കെൻഡ്സ് കണ്ടുപിടിക്കാനാണെന്നും പറഞ്ഞ് പോയി ചെന്ന് എവിടെയെങ്കിലുമൊക്കെ പിടിച്ചിട്ട് നാളെ അവരെല്ലാവരും കൂടി എന്നെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കണ്ട. എല്ലാവരും അവരവരുടെ ആളിനെ കയ്യിലാക്കാനുള്ള വഴികളൊക്കെ നോക്കുക. ഞാൻ അതുപോലെ തന്നെ ഇദ്ദേഹത്തെ കയ്യിലാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വിചാരിക്കണ്ടാവും അല്ലേ, കുറേ സമയമായിട്ട് ഞാൻ എൻ്റെ ചേട്ടനെ കുറിച്ച് ഇങ്ങനെ പൊക്കി അങ്ങോട്ട് പറയുന്നുണ്ടല്ലോ എന്ന്. ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ ഈ ശിഷ്ട ജീവിതമേ ഞാൻ അവിടെ വേണം തീർക്കാൻ. അശ്വതി ചേച്ചി, എന്താണ് ചേട്ടന്റെ പേര് ആദ്യം? ഞാൻ വിളിക്കുന്നത് പൊന്നു എന്നാണ്. പക്ഷെ ഇപ്പൊ അവിടെ ആ നാട്ടിലുള്ളവർ മുഴുവൻ അങ്ങനെ വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ എല്ലാവരും അങ്ങനെ വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. പൊന്നു. പൊന്നു. ഓക്കെ. പൊന്നു. ശരിക്കുള്ള പേരെന്താ പൊന്നിന്? പൊന്നു. അപ്പു. അപ്പു. അപ്പു പൊന്നു. അപ്പൂമാരെ മുട്ടിയുടെ കൂടെ ജീവിക്കാൻ വയ്യാത്ത ഗതിയാണല്ലോ. പൊന്നപ്പനെ വിളിച്ചാ പോരെ? നല്ല പ്രകടനമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, നല്ല മീറ്റർ ഉണ്ടായിരുന്നു. ചിരിക്കാതെ പോയ ഒരു തമാശ പോലും ഇല്ല. പറഞ്ഞെടുത്തോളം സാധനങ്ങൾ നല്ല മീറ്ററിൽ കറക്റ്റ് ഒപ്പിച്ചടിച്ചടിച്ച് ചില എടുക്കലും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയുടെ ശൈലിയൊന്നുമല്ല. നിങ്ങൾ 4 പേര് പാട്ട അതെ എൻ്റെ ഇത് അത് അങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില ശൈലികളും കാര്യങ്ങളും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ചൂഴ്ന്ന് നോക്കി എന്തെങ്കിലും കറക്റ്റ് ചെയ്യാൻ പറയണമെന്ന് തോന്നിയില്ല. എൻ്റെ പർപ്പസ് കറക്റ്റായിരുന്നു. എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു, എനിക്കും ചിരി വന്നു. കുറേ രസമുള്ള കഥകൾ പറഞ്ഞു. പുള്ളിക്കാരൻ്റെ പല കഥകളും വേണേ നിങ്ങൾ നോക്ക് എന്നൊക്കെ പറയുന്നിടത്തും നല്ല രസമുണ്ടായിരുന്നു. ഗംഭീര പ്രകടനമായിരുന്നു. അശ്വതി ചേച്ചി എന്തോ കലക്കി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാടുണ്ടായിരുന്നു ചിരിക്കാനുള്ള കാര്യങ്ങൾ. ചിരിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇതിപ്പം നമ്മളിവിടെ ഇത്രയും ആൾക്കാർ ഇരിപ്പുണ്ടെങ്കിലും എല്ലാവർക്കും തോന്നും ഇത് ചേച്ചി പേഴ്സണലായിട്ട് എന്നോടാ പറഞ്ഞതെന്ന്. എന്നോട് പറഞ്ഞു, പേഴ്സണൽ ടച്ച് ഉണ്ട് അതിനകത്ത്. എന്നോട് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയത്. അതേപോലെ ചേട്ടനും തോന്നി ചേട്ടനോടാ പറഞ്ഞതെന്ന്. അതേപോലെ ഓരോരുത്തർക്കും തോന്നും. അത് ആ പറയുന്ന ഒരു രീതി കൊണ്ടാ ഞാൻ അങ്ങനെ പോവായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ അന്നേരം ചേട്ടൻ അങ്ങനെ പോവേ അങ്ങനെ പറയുമ്പോ നമ്മളോട് പേഴ്സണലായിട്ട് കഥ പറയുന്ന പോലെ ഉണ്ടായിരുന്നു. അതേപോലെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ഇന്നസെൻസോ എന്തൊക്കെയോ ഒരു സ്വീറ്റ് ആയിട്ട് തോന്നി. ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ വിളിച്ചിട്ട് എൻ്റെ ഒരു TV പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വിദേശത്ത് നിന്നാണ്. വിദേശത്ത് തന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് അവൻ ഇങ്ങനെ കാണിച്ചു തരികയാണ് എൻ്റെ ഒരു പഴയ TV പരിപാടിയുടെ റിപ്പീറ്റ് ടെലികാസ്റ്റ് നടക്കുന്നത്. ഇവൻ കണ്ടോണ്ടിരിക്കുന്നത് എന്നെ കാണിച്ചു. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി, ഇവനൊക്കെ വിദേശത്ത് പോയിട്ട് കുറച്ച് നാളായി, അവനിങ്ങനെ ഞാൻ എവിടെ ഉണ്ട് എന്നിട്ട് ഇങ്ങനെ കാണിച്ച് TV കൂടെ എൻ്റെ പരിപാടി TV നടക്കുക. നേരെ ഇങ്ങോട്ട് തിരിച്ച് ജനലിൽ കൂടെ പുറം കാണിച്ചപ്പോൾ മുഴുവൻ മഞ്ഞാണ് അവൻ്റെ നാട്ടിൽ, ഫുൾ മഞ്ഞ്. എന്നിട്ട് എന്നോട് പറയാം, കണ്ടോ പുറത്തോട്ട് ഇറങ്ങിയ ഒടുക്കത്തെ മഞ്ഞ്, വീട്ടിലിരുന്ന നിന്റെ ഒടുക്കത്തെ പരിപാടി, ഞാൻ എന്നാ ചെയ്യണേന്ന് ചോദിച്ചു എന്നോട്. പക്ഷെ ഞാനും ചിരിച്ചുപോയി, അവരും ചിരിച്ചുപോയി. ഞാൻ കുറേ നേരം ഓർത്തു, നമുക്കിങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യവും സൗകര്യവും ഉണ്ടല്ലോ. അവിടുന്ന് വിളിച്ചിട്ട് നിന്റെ പരിപാടി സഹിക്കാൻ വയ്യ, മഞ്ഞ് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമം ഉണ്ടാകുന്നില്ല, അവനത് പറയാൻ ഭയം ഉണ്ടാകുന്നില്ല. പറഞ്ഞു കഴിഞ്ഞ് 2 പേർക്കും ചിരി വരുന്നു എന്ന് പറയുന്നത്, അത് ഞാനിപ്പം ഈ പൊന്നുചേട്ടനും നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധത്തിൽ കാണുന്നുണ്ട്. അത് ഗംഭീരമായി. അതേപോലെ അമ്മേ നാരായണ 1 വയസ്സിലാണ് എൻ്റെ അച്ഛനും അമ്മ മരിക്കുന്നത്. അദ്ദേഹം എന്നെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് എനിക്കിങ്ങനെ എന്നെ പാടാൻ വിടുന്നത്. പിന്നെ ഇപ്പോൾ വയലിൻ പഠിക്കാനായിട്ട് പോകുന്നുണ്ട്, പിന്നെ ഇപ്പോൾ ഡാൻസ് പഠിക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ചേട്ടനാണ് എനിക്ക് ചെയ്തു തരുന്നത്. അടിപൊളി. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ പൊന്നുചേട്ടനെ കൂടെ കൊണ്ടുവരണം കേട്ടോ. ഇപ്പൊ പറഞ്ഞു ഇപ്പൊ നമുക്ക് പൊന്നുചേട്ടൻ അങ്ങ് ബിൽഡപ്പ് കാരണം കാണാൻ കൊതിയായി. പൊന്നുചേട്ടൻ ഇവിടെ വരുമ്പോ ഞങ്ങള് ഫ്രണ്ടിൽ മുഴുവൻ ചെണ്ട ഇട്ടിട്ട് റോക്കി ബായ് വരുന്ന മ്യൂസിക് ഇട്ടിട്ട് നടത്തി കയറ്റിക്കൊണ്ട്. ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം ഭർത്താവ് പറയുന്നത് ഭാര്യ കേൾക്കും, 2ാമത്തെ വർഷം ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കും, 3ാമത്തെ വർഷം ഭാര്യയും ഭർത്താവും പറയുന്നത് നാട്ടുകാർ മൊത്തം കേൾക്കും. അങ്ങനെയാണ്. പക്ഷെ എന്നാലും അതുപോലെ അല്ലാത്തൊരു കുടുംബം നമ്മളിപ്പോൾ ആദ്യമായിട്ട് കാണാൻ മനസ്സിലായ. പിന്നെ അത് മാത്രമല്ല, ഈ പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഈ
പടക്കത്തിന് നിങ്ങൾ തീ കൊടുത്താൽ വരിക ഇങ്ങനെ പട്ടി പൊടി ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗുണ്ടുണ്ട് ഇങ്ങനെ ടോ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തമാശകൾ ഇട്ടിട്ട് നല്ല ഒരു പടക്കം പൊട്ടി പോണത്തെ ഒരു ഒഴുക്കുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അതാണ്. പിന്നെ ആരായി സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യാനൊക്കെ ആരാ സഹായിച്ചത്? തന്നെയാണ് ചെയ്തത്. ബ്രില്യൻറ്റ്, അടിപൊളി. ഈ ഒരു ഇന്ന് പ്രസന്റ് ചെയ്ത് ടോട്ടൽ ചേച്ചി തന്നെയാണോ ചെയ്തത്? അതെ അതെ, ഞാൻ തന്നെ എഴുതുന്നത്. പിന്നെ കവിത എഴുതും, ആ പിന്നെ കഥ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിമിന് ഒരു കഥ കൊടുത്തിട്ടുണ്ട്. ആഹാ. ബഹുമുഖ പ്രതിഭകളാണ് ഇവിടെ സ്റ്റാൻഡപ്പ് കോമഡി അവതരിപ്പിക്കാനും എത്തുന്നത്. അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ അശ്വതി ചേച്ചി. ഇത് സ്വന്തമായിട്ട് തയ്ച്ചതല്ലേ? അതെ അതെ, യെസ്, അതാണ്. അപ്പൊ എന്തായാലും ചേച്ചി നമുക്ക് മാർക്സ് അറിയാം, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഒരിക്കൽ കൂടി നല്ലൊരു കൈ. നമസ്കാരം എല്ലാവർക്കും. ഞാൻ ഓമന, എറണാകുളം ജില്ലയിൽ കുട്ടമ്പുഴ പഞ്ചായത്തിൽ കൂറ്റാമ്പാറ എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ എൻ്റെ ദാമ്പത്യ ജീവിതം ഒരു പരാജയപ്പെട്ടു പോയതുകൊണ്ട് അതൊരു കോഞ്ഞാട്ടയായി പോയതുകൊണ്ട് ആ കഥ നിങ്ങളൊന്ന് പറഞ്ഞറിയിക്കാനായിട്ട് വന്നതാണ്. 19 വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. ഭർത്താവ് തൊമ്മൻ, എല്ലാവരും കുഞ്ഞുതൊമ്മൻ എന്ന് പറയട്ടോ. കുഞ്ഞുതൊമ്മൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുഞ്ഞു തൊമ്മനാന്ന്. അതൊന്നും അല്ലേ. കുഞ്ഞുതൊമ്മൻ നല്ല പര പോലെ നിൽക്കുന്ന ആളാണ്. പക്ഷെ 3 വയസ്സ് ഉള്ള കുഞ്ഞിൻ്റെ മനസ്സും പക്വതയാണ് എൻ്റെ ഭർത്താവ് കുഞ്ഞുതൊമ്മൻ. അതുകൊണ്ടാണ് ഈ കുഞ്ഞുതൊമ്മൻ എന്ന് പറഞ്ഞത്. ഈ കുഞ്ഞുതൊമ്മൻ എന്ന് പറഞ്ഞ ആള് ഒരേ ഒരു മകനാണ്. അപ്പനും അമ്മയും മകനെ കൂട്ടുകൂടാനൊന്നും വിടില്ല. കൂട്ടുകൂടാൻ പോയി കഴിഞ്ഞാൽ മകൻ വഴി തെറ്റി പോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മകനെ അപ്പൻ്റെ അമ്മയുടെ ചിറകിൻ്റെ അടിയിൽ വെച്ചിങ്ങനെ അങ്ങോട്ട് വളർത്തി അങ്ങോട്ട് പന പോലെ വളർത്തി. എന്നിട്ട് എന്ത് ഗുണം? ഒരു ഗുണവുമില്ല. സ്വന്തമായിട്ട് ചിന്തിച്ച് ആലോചിച്ച് ഒരു കാര്യം ചെയ്യാൻ ഈ കുഞ്ഞുതൊമ്മൻ അറിയില്ല. എന്നാലോ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പറയോ ചെയ്യോ കണ്ടാൽ അത് ഉടനെ തന്നെ പുള്ളിക്ക് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അവിടെ ഒരു വെടിക്കെട്ട് പാസ്സാക്കും. ഇങ്ങനെയുള്ള കുഞ്ഞുതൊമ്മൻ കല്യാണം കഴിക്കാൻ കാരണം എന്താണെന്നറിയാമോ? പിന്നെ ഒരു വിശേഷമുണ്ട് കേട്ടോ. എന്തിങ്ങനെ ഒന്നും ചെയ്യാൻ അറിയാൻ പാടില്ലെങ്കിലും പുള്ളി എവിടെയെങ്കിലും പോകും, ചെല്ലാൻ പറയും ചെല്ലും, ചെണ്ടയെ തൂക്കിട്ട് അങ്ങോട്ട് നിൽക്കും, കൊട്ടാൻ പറഞ്ഞാൽ കൊട്ടും. അത്രേ ഉള്ളൂ പുള്ളിനെ കൊണ്ട്. ഈ പുള്ളി കല്യാണം കഴിക്കാൻ തന്നെ കാരണം വീടിൻ്റെ അപ്പുറം ഇപ്പുറം 2 ചെറുപ്പക്കാർ പിള്ളേരുണ്ട്. അവർ കല്യാണം കഴിക്കണ കണ്ടിട്ടുണ്ടല്ലോ. തൊമ്മൻ പറഞ്ഞു, മുണ്ടല രാമനും മുരുതല രാമനും കല്യാണം കഴിച്ചു, എനിക്കിപ്പം തന്നെ കല്യാണം കഴിക്കണം. പുള്ളി അവിടെ കിടന്ന ബഹളമാണ്. അങ്ങനെ ബഹളം വെച്ച് അപ്പനും പറഞ്ഞു, മോനെ നീ ക്ഷമിക്കുക, അത് നിനക്ക് കല്യാണം കഴിപ്പിക്കാം. അങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുവന്ന് അപ്പനും അമ്മയും ഈ തൊമ്മനും കൂടെ കൂടി എൻ്റെ വീട്ടിൽ പെണ്ണ് കാണാൻ വരും. എന്നെ പെണ്ണ് കാണാൻ വന്നത്. ഈ കുഞ്ഞുതൊമ്മനെ അങ്ങോട്ട് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഒരു പൊതി തോന്നി. അമ്മ പറഞ്ഞു, മോനെ കുഞ്ഞുതൊമ്മ നീ എന്തോരം പഠിച്ചതാ മോനെ എന്ന് ചോദിച്ചു. കുഞ്ഞുതൊമ്മ പറഞ്ഞു, അമ്മ ഞാൻ 5-6 കൊല്ലം പള്ളിക്കുർത്തി പോയതാന്ന് പറഞ്ഞു. ഈ പള്ളിക്കുർത്തി പോയെങ്കിലും ആന്നൊരക്ഷരം എഴുതണ്ട, പറയണമെങ്കിൽ ഒന്നുമല്ല സൂചി കൊണ്ട് കുത്തണം, അല്ലെങ്കിൽ തീ കൊണ്ട് കുത്തണം, എങ്കിലേ വലിയ പറഞ്ഞു. അങ്ങനെ എങ്ങനെയൊക്കെ ആയാലും വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പല ചടങ്ങുകളുണ്ടല്ലോ. പെണ്ണിനും ചക്കനും പാല് പഴം പഞ്ചസാര ഇതൊക്കെ കൂട്ടിയൊരു മധുരം കൊടുക്കണ ചടങ്ങ്. പക്ഷേ തൊമ്മൻ്റെ നാട്ടിൽ അങ്ങനെ ഒരു ചടങ്ങില്ല കേട്ടോ. അവിടെ എന്നാന്ന് വെച്ചാൽ പെണ്ണിനും ചക്കനും ഓരോ തുണ്ടം കരിമ്പ കൊടുക്കണത്. അമ്മായിയാണത് കൊടുക്കേണ്ടത്. അമ്മായി വന്നു, എനിക്കും തന്നു ഒരു തുണ്ടം കരിമ്പ്, കുഞ്ഞുതൊമ്മനും കൊടുത്തു. തൊമ്മന് കരിമ്പ് പഠിച്ചു പറഞ്ഞു, ഇതെങ്ങനെയാ തിന്നണത്, ഇതൊന്ന് 2 തന്നേന്ന് പറഞ്ഞു. അമ്മായി വേഗം വന്നത് 2 കൊടുത്തു. 2 കൊടുത്തപ്പോൾ പറഞ്ഞു, ഇത് 4 തരണം, അല്ലാതെ എനിക്ക് തിന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വീണ്ടും അമ്മായി അത് 4 കൊടുത്തു. 4 കൊടുത്തപ്പോൾ നമ്മ പറയാണ്, ഇത് 4 കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായി പോയി, 4 കൂടി എനിക്ക് 1 തരാൻ പറഞ്ഞു. അമ്മായി എന്നാൽ ഈ 4 കൂടെ 1 കൊടുക്കണ ഇത് കേട്ടൊരു അമ്മായി കിടും. അവിടെ അമ്മായി ബോധം കെട്ടു വീണു. അതൊക്കെ കഴിഞ്ഞു. തീർന്നിട്ടില്ല ഇനി ചടങ്ങുകളൊന്നും. അങ്ങോട്ടും ഇങ്ങോട്ടും 4ാം കല്യാണം പോക്കുണ്ടല്ലോ, വിരുന്ന് പോക്ക് 4ാം കല്യാണം. അത് ആ മാസത്തിൽ തന്നെ പോകണം. 2ാമത്തെ മാസത്തിലേക്കും കടന്നു പോയാൽ അത് പെണ്ണിനും ചക്കനും ദോഷമാണത്രേ. അതുകൊണ്ട് അന്ന് എൻ്റെ വീട്ടിലോട്ട് പോയിട്ട് പിറ്റേ ദിവസം കുഞ്ഞുതൊമ്മൻ്റെ വീട്ടിലേക്ക് വരണം. അങ്ങനെ അന്ന് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും വിളിച്ച് വന്ന ആൾക്കാരെല്ലാം സദ്യയൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ പോകാൻ തുടങ്ങി. അപ്പം എൻ്റെ മനസ്സിൽ സന്തോഷം കൂടി. ഞാൻ സർവ്വ ദൈവങ്ങളെയും ചേർത്ത് പിടിച്ചിട്ട് വാരി കൂട്ടി എൻ്റെ നെഞ്ചത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ പൊന്നു ദൈവമേ, എല്ലാവരും ഒന്ന് വേഗം പോയി കിട്ടിയാൽ മതിയായിരുന്നു, വേഗം ഒന്ന് രാത്രി ആയാൽ മതിയായിരുന്നു. കാരണം ഇന്ന് ഞങ്ങളുടെ അതിരാത്രിയാണ്, ഇന്ന് ഞങ്ങളുടെ മധുവിധമാണ്, ഇന്ന് ഞങ്ങളുടെ മധുവിധ ദിവസമാണ്. അപ്പോൾ എൻ്റെ മധുവിധ പോലെയാണ് ഈ കുഞ്ഞുതൊമ്മൻ്റെ മധുവിധ ഇരിക്കണതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ.
ഞാനത് പകൽക്കിനാവ് കാണാൻ തുടങ്ങി. പിന്നെ അങ്ങനെ പകൽക്കിനാവ് കൊണ്ടു. രാത്രി വിളിച്ച് വന്നവരെല്ലാവരും പോയി. രാത്രി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. കിടക്കാൻ സമയമായപ്പോൾ അമ്മ ഒരു പായും തലേണയും കൊണ്ടുവന്നിട്ട് പറഞ്ഞു, മോനെ കുഞ്ഞുത്തമ്മ, കട്ടിൽ കിടക്കാൻ മെത്തയൊന്നും ഇല്ല ഇവിടെ, ഈ പായ വിരിച്ച് ഈ രണ്ടുപേരും കൂടെ ഈ മുറി കിടന്നോളാൻ പറഞ്ഞു. അമ്മ വായം കിട്ടച്ചും പോയി. ഞാനെന്നാ പായ വിരിക്കാൻ രണ്ടുപേർക്കും കൂടെ ആ മുറി കിടക്കാമല്ലോ എന്ന് വെച്ച് പായ എടുക്കാൻ ചെന്നത് തൊമ്മൻ എന്നോട് പായ പിടിച്ച് പറിച്ച് മേടിച്ചിട്ട് ഒരൊറ്റ വിരിക്കലും വിരിച്ചു. ഇത് കുളപ്പുറത്തിൻ്റെ സാവിത്രിയാനും ചെരിയുമ്പോൾ ഒരൊറ്റ ചെരിയിലും ചെരിഞ്ഞു. എനിക്ക് പായ കിടക്കാൻ സ്ഥലമില്ല. അത് കഴിഞ്ഞ് പിന്നെ അപ്പം ഞാൻ ഓർക്കുവാട്ടോ, ഞാൻ ആ വാതുക്കം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ നിൽക്കുക. തൊമ്മൻ കിടന്നു കഴിഞ്ഞാലും ഇച്ചിരി കഴിഞ്ഞാൽ ഒതുങ്ങി കിടന്നു കഴിഞ്ഞാൽ എനിക്ക് കിടക്കാൻ സ്ഥലം ഉണ്ടല്ലോ, ഒരു പായ ഉണ്ടല്ലോ, പകുതി പായ അല്ലല്ലോ ഉള്ളൂ, ഒരു പായ ഉണ്ടല്ലോ. അപ്പം ഇപ്പം വിളിക്കും, കിടക്കാൻ പറയും, ഇപ്പം വിളിക്കുമെന്ന് ഓർത്ത് ഞാനിങ്ങനെ നോക്കി നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അശരീരി പോലെ പറയാണ്, എന്തേ ഉറക്കം വന്നില്ലേ, കിടക്കണില്ലേ എന്ന്. അപ്പം എനിക്ക് സമാധാനം. എൻ്റെ പെരുവിരൽ പോലെ ഒരു കുളിരിഞ്ഞ് കയറിയിട്ട് നെറുകന്തല വരെ വന്നു. ഇപ്പം എന്നെ വിളിക്കും, കിടക്കാലോ എന്ന് ഓർക്കുന്നുണ്ട്. പിന്നെ ഞാൻ പകൽക്കിനാവ് കണ്ട് എൻ്റെ മനസ്സ് കുത്തി നിറച്ച് വെച്ചു. പിന്നെ ഞാൻ രാക്കിനാവ് കാണുവാണെന്ന്. ഇപ്പം വിളിക്കുമെന്ന് ഓർത്ത് വീണ്ടും നിൽക്കാം. രണ്ടാമത്തെ അശരീരി വരുവാണ്. പേടിക്കൊന്നും വേണ്ടാട്ടോ, അമ്മയുടെ കൂടെ പോയി കിടന്ന് ഉറങ്ങിക്കോ, ഞാനിവിടെ ഉണ്ടെന്ന്. ഇന്നലെ വരെ ഞാൻ ആ വീട്ടിൽ കിടന്ന് എനിക്ക് ഒരു പേടിക്കണ്ടായിരുന്നു. ഇന്നിപ്പോൾ കുഞ്ഞുത്തോമനെ എന്നെ പേടിക്കാണ്ട് എന്നെ പേടി മാറ്റാൻ വന്ന് കിടക്കുവാണ്. അങ്ങനെ ഞാൻ ഈ പകൽക്കിനാവും രാക്കിനാവും കണ്ടതും എല്ലാം എൻ്റെ മനസ്സിൽ ഞാൻ മാച്ച് കളഞ്ഞു. എന്നിട്ട് ഈ തൊമ്മനെ 1000 ശപിക്കലും ശപിച്ച് എൻ്റെ അമ്മയുടെ കൂടെ പോയി കിടന്ന് പേക്കിനാവും കണ്ടുകൊണ്ടിരുന്ന് ഉറങ്ങി. എൻ്റെ പൊന്നു സാർമാരെ, എൻ്റെ പൊന്നു കൂട്ടുകാരെ, അങ്ങനെ ഒരു ഗതികേട് എനിക്ക് വന്നു. അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റു. ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചു. കാപ്പി ഉണ്ടാക്കി വെക്കുന്നതിന് മുമ്പ് തൊമ്മനെ പല്ല് തയ്ക്കാനുള്ള ഉമിക്കരിയും വെള്ളമായിട്ട് പോവുകയാണ്. ചെന്ന് ഇപ്പോൾ തൊമ്മൻ വലിയ പെരുമ്പാമ്പ് കിടക്കും പോലെ ഒരു അനക്കം ഇല്ലാണ്ട് കിടക്കും. എഴുന്നേറ്റിട്ടില്ല, ഉണർത്തിയില്ല. ഞാൻ ഈ ഉമിക്കരിയും വെള്ളം വാതൊക്കെ വെച്ചിട്ട് ഞാൻ പോയി. 10 മണിയായപ്പോൾ അമ്മ കാപ്പി കുടിക്കാനായിട്ട് ചെന്ന് തൊമ്മനെ വിളിക്കാനായിട്ട് ചെന്നപ്പോൾ തൊമ്മൻ മുറിയിലില്ല, അകത്തുമില്ല, പരിസരത്തൊന്നുമില്ല. ഏതായാലും ഉമ്മിക്കരിയും വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ പല്ല് വെച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി. അന്വേഷിച്ച് ചെന്നപ്പം തൊമ്മൻ്റെ അയലക്കത്ത് വീട്ടുകാരുടെ വൈക്കോത്തൂറിൻ്റെ മുകളിൽ കയറിയിരിക്കുക. അമ്മ ചോദിച്ചു, എൻ്റെ മോനെ കുഞ്ഞുത്തമ്മ, നീ എന്തിനാ മോനെ ഈ അയൽക്കത്തുകാരുടെ വൈക്കോത്തൂറിൻ്റെ മുകളിൽ കയറിയിരിക്കണേ, എന്തിനാ മോനെ, ഇങ്ങോട്ട് ഇറങ്ങി വാ മോനെ എന്ന് പറഞ്ഞു. അമ്മിക്കല്ല് നമ്മുടെ അടുക്കളപ്പുറത്ത് കിടക്കുക മോനെ, കാണിച്ചു തരാം, ഇറങ്ങി വാ മോനെ. ആട്ടുകല്ലോ അതില്ല മോനെ ഇവിടെ, അത് വാങ്ങിക്കാം. ഉരലുണ്ട്, അത് നമ്മുടെ ചാർത്തി കിടപ്പുണ്ട്, മോനും കൂടെ ഇറങ്ങി വാ മോനെ. എന്നാ ഇവിടെ ഈ മോളിൽ കയറി ഇരിക്കണം എന്തിനാ? സ്ത്രീധനം തരാനാണോ മോനി കല്ലൊക്കെ ചോദിക്കണത്? എന്താ എൻ്റെ മോനെ നന്നായിരിക്കട്ടെ. സാധാരണ ആൺപിള്ളേർ പൊന്നും വേണം സ്ത്രീധനം ചോദിക്കണത്, ഇത് വാ കരിങ്കല്ലല്ലേ ചോദിക്കണേ, അമ്മ മേടിച്ച് തരാം, ഇറങ്ങി വാ. സ്ത്രീധനം ചോദിക്കണമെന്നും അല്ലാതെ അമ്മ എന്നോട് പറഞ്ഞു വിട്ടിട്ടുണ്ട് കട്ടിയുള്ള വാക്ക് പറയണമെന്ന്. അതുകൊണ്ടാണ്, കരിങ്കല്ല് കട്ടിയല്ലേ, അതുകൊണ്ട് കട്ടിയുള്ള വാക്കുകൾ പറയും. പിന്നെ അത് മോനെ കരിങ്കല്ല്, ഈ കട്ടിയുള്ള വാക്ക് പറഞ്ഞ് നിനക്ക് വൈക്കോത്തൂരിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് വേണോ ഈ താഴെ ഇറങ്ങി നിന്നാലും ഈ കട്ടിയുള്ള വാക്ക് പറയാലോ മോനെ, അങ്ങ് ഇറങ്ങി വാ മോനെ കുഞ്ഞുത്തമ്മ. അന്നേരം പറയാണ്, അമ്മ പറഞ്ഞാൽ വിട്ടേക്കണത് താഴെ ഒന്നും പടിഞ്ഞിരിക്കരുത്, പൊക്കമുള്ളടത്ത് കയറിയിരിക്കണമെന്ന്, അതുകൊണ്ട് ഞാൻ കയറിയിരിക്കണമെന്ന്. വീണ്ടും അമ്മ പറഞ്ഞു, എൻ്റെ മോനെ നീ കൂടെ ഇറങ്ങി വാ അങ്ങോട്ട്, ഇത് ഈ പൊക്കമുള്ളടത്ത് തന്നെ ഇരുന്നാൽ മതിയോ നിനക്ക്, എന്തെങ്കിലും കഴിക്കണ്ടേ മോനെ, ഇറങ്ങി വാ, അമ്മയല്ലേ വിളിക്കട്ടെ, ഇറങ്ങി വാ മോനെ എന്ന് പറഞ്ഞു. അദ്ദേഹം പറയാം, ഞാനിറങ്ങി വരൂല, കാപ്പി കുടിക്കണ്ടേ, കാപ്പി അമ്മ പറഞ്ഞു വിട്ടേക്കണത് ആദ്യം തന്നതാ കഴിക്കാവുള്ളൂ, രണ്ടാമത് എന്ത് നിർബന്ധിച്ച് തന്നാൽ പോലും വേണ്ടാന്ന് പറയാവുള്ളൂ എന്ന് പറഞ്ഞേക്കണേ. മോനെ എന്താ മോനെ ആദ്യം കഴിച്ചത്? എൻ്റെ മുറിയുടെ വാതിക്ക കൊണ്ടുവച്ചായിരുന്നു, അത് തിന്ന് ഞാൻ വെള്ളവും കുടിച്ചു, ഉമിക്കരിയും വെള്ളവും. അപ്പം ഞാൻ ഇപ്പം ഞാൻ മനസ്സിലാക്കി, ഈ മനുഷ്യൻ ജനിച്ചാൽ പിന്നെ പല്ലി വെച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അവിടുന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൻ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് വരുവാണ്, 4ാം കല്യാണം കൊണ്ടുപോകാനായിട്ട് വരുവാണ്. അപ്പം വന്നു കഴിഞ്ഞപ്പോൾ എന്നാ മോൻ വൈക്കോത്തൂരിൻ്റെ മുകളിലായിരിക്കണം അപ്പനും വന്നപ്പോൾ. ഇത് കണ്ടതേ അപ്പൻ പെരുന്തച്ഛനായി. താഴെ കിടന്നൊരു കല്ലും എടുത്തു, ഇറങ്ങി വാടാ താഴെ, ഇത് വീതുളിയായിരുന്നു ഞാൻ താഴേക്ക് ഇട്ടാനെ, ഇത് കരിങ്കല്ല മുകളിലേക്ക് എറിഞ്ഞ് വീഴിക്കും, ഇറങ്ങി വാടാന്ന് പറഞ്ഞു. ഒരു പ്രകാരത്തിൽ തൊമ്മനെ ഇറക്കി. ഒരു നിമിഷം പിന്നെ ഞങ്ങളെ അവിടെ നിർത്തിയില്ല, സെക്കൻഡിൽ അവിടുന്ന് തൊമ്മൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ വന്നു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. മുണ്ടലരാമൻ്റെയും മുരുതലരാമൻ്റെയും പെണ്ണുങ്ങൾ പ്രസവിച്ച് ഓരോ കുട്ടികളുണ്ടായി അവർക്ക്. ഈ വിവരം ഞങ്ങളുടെ ഗ്രാമത്തിലൊരു മുത്തച്ഛി, നാട്ടുമുത്തച്ഛി, അതിനൊരു എട്ടപ്പേരും ഉണ്ട് കേട്ടോ, ചൂട്ടുകട്ടി മുത്തച്ഛിന്ന്. പക്ഷേ എന്തൊരു രഹസ്യങ്ങൾ, നല്ല കാര്യവും ചീത്ത കാര്യവും ഉണ്ടായാൽ പോലും ഈ മുത്തച്ഛിക്ക് ഇത്രയും കിട്ടിയ ആ മുത്തച്ഛിയുടെ കയ്യിലേക്ക് കൊടുത്തത് യാതൊരു മാധ്യമങ്ങളും വേണ്ട. മുത്തച്ഛി അത് ഒരു കോലയിൽ ഒരു തുണി അങ്ങ് ചുറ്റിയിട്ട് വേഗം കത്തച്ചിരി മണ്ണെണ്ണി ഒഴിക്കും. അത് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ വിളിച്ചിട്ട് പെട്രോളിന് ഒഴിച്ചിട്ട് ആൾ കത്തിക്കോട്ടെ എന്ന് ഓർത്ത്, പിന്നെ ഇച്ചിരി ഡീസലും കൂടി ഒഴിക്കും.
കച്ചവടം ആളിക്കോട്ടെ എന്നോർത്ത്. അത് കഴിഞ്ഞ് തീപ്പെട്ടിക്കൊള്ളി വരച്ച് ഞങ്ങൾ കത്തിക്കും. രാത്രി അറിയണമെങ്കിൽ അതിങ്ങനെ കൊണ്ടുപോകും എല്ലാവരും അറിയിക്കാൻ. ഇത് ഹനുമാൻ ലങ്ക ചുട്ടു വന്നതുപോലെ. അത് കഴിഞ്ഞ് ഇതൊക്കെ അറിയിച്ചു ഇങ്ങനെയുള്ള മുത്തശ്ശി ഈ മുണ്ടലരാമൻ്റെയും മുറുതലരാമൻ്റെയും പെണ്ണുങ്ങൾ പ്രസവിച്ച് അറിഞ്ഞിട്ട് മുത്തശ്ശി ചട്ടി ഓടി വന്നു. വന്ന വഴി വെച്ചു ഇങ്ങനെ തട്ടുകാലല്ലേ മോനെ കുഞ്ഞിത്തമ്മ നീ അറിഞ്ഞോ മോനെ കാര്യങ്ങൾ? എന്താ മുത്തശ്ശി അറിഞ്ഞത്? മുണ്ടലരാമൻ്റെയും മുറുതലരാമൻ്റെയും പെണ്ണുങ്ങൾ രണ്ടും പ്രസവിച്ചുകൊണ്ട് അവർക്ക് ഓരോ കുട്ടികളുണ്ടായി. തൊമ്മൻ ഞെട്ടിപ്പോയി. എന്താ പറഞ്ഞത്? മുണ്ടലരാമൻ്റെയും മുറുതലരാമൻ്റെയും പെണ്ണുങ്ങൾ പ്രസവിച്ചെന്നോ? അവർക്ക് കൊച്ചുങ്ങളുണ്ടായിരുന്നോ? അതെങ്ങനെ സംഭവിച്ചു? മുത്തശ്ശിയൊക്കെ ദേഷ്യപ്പെട്ടില്ലേ? നീ അത് എന്നോടാണ് അവിടെ ചോദിക്കണേ. പണിയെടുക്കണൂടാ, അവർ പണിയെടുക്കാൻ പഠിച്ചവരാ. നിന്നെപ്പോലെ അമ്മയുടെ പറയുകടന്ന് അടുപ്പിൻ ചോട്ടി കയറിയിരിക്കുമല്ല. നീ പണിയില്ല എന്ന് പറഞ്ഞത് തൊമ്മൻ ദേഷ്യപ്പെട്ടു. മുത്തശ്ശി ഇത്തരം വർത്താനം എന്നോട് പറയരുതട്ടോ. ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പണിതില്ല എന്ന് മുത്തശ്ശിയെ പറയുള്ളൂ. അവർ വാഴ വയ്ക്കണേണ്ടി ഞാൻ വാഴ വെച്ചു, വാഴയ്ക്ക് പണിയണ്ണാണ്ടി ഞാൻ പണിതു. അവർ വാഴക്കൊല വെട്ടി വിറ്റ് കാശ് മേടിക്കാണ്ട് ഞാനും കാശ് മേടിച്ചു. ആ കാശും കൊണ്ട് അവർ പെര പണിയാണ്ട് ഞാനും പെര പണിതു. അവർ പെര പണിതപ്പോൾ അവർ കല്യാണം കഴിച്ചു, ഞാനും കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ട് പിന്നെ എന്നെ അവിടെ സംഭവിച്ചതെന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്ന് തൊമ്മൻ. അപ്പം മുത്തശ്ശി പറഞ്ഞു, എടാ പൊട്ടൻ ഗുണാപ്പാ, അതാ നീ പറഞ്ഞ നീ ഒരു കാര്യം ചെയ്യുക, അവരോട് എന്ന് ചോദിക്കുക. ഈ കല്യാണം കഴിച്ചിട്ട് എന്താ സംഭവിച്ചത് നീ അവരോട് എന്ന് ചോദിക്കുക. ഞാൻ ചോദിക്കില്ല, എൻ്റെ അപ്പനും അമ്മേനെ കൊന്നു കളയും. അവരോടൊന്ന് മിണ്ടരുന്ന അപ്പം പറഞ്ഞാണ്ട് കൂട്ടുകൂടാന്ന് പോരുന്ന അപ്പനും പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞേടാ മരപ്പട്ടി തലയാ, ഇത് ഗുരുക്കന്മാരിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും മാത്രം അല്ലാതെ നമുക്ക് അറിവ് കിട്ടണത്. നല്ല നല്ല സുഹൃത്തുക്കളിൽ നിന്ന് നമുക്ക് നല്ല അറിവുകൾ കിട്ടും. അത് നീയായി നിൻ്റെ പാടായി. നിനക്ക് വേണമെങ്കിൽ പോയി ചോദിക്കുക, അവരോട് ചോദിക്കാൻ പറ്റില്ല, നിൻ്റെ അപ്പനോട് അമ്മോടും പോയി ചോദിക്കുക, ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അങ്ങോട്ട് പോയി. പൊന്നു കൂട്ടുകാരെ, എൻ്റെ പൊന്നു സാർമാരെ, ഈ നിമിഷം വരെ എനിക്ക് ഈ കുഞ്ഞുതൊമ്മനിൽ നിന്ന് ഒരു ആദ്യ രാത്രി ഉണ്ടായില്ല, ഒരു വിശേഷം ഉണ്ടായില്ല, ഒരു മധുവിധം ഉണ്ടായില്ല. ഇന്നും ഞാൻ ഒരു നിത്യകന്യകയായിട്ട് കഴിയുകയാണ്. നന്ദി, നമസ്കാരം. നന്നായിരുന്നു കേട്ടോ, നല്ല രസമുള്ള ഒരു അവതരണം. ഓമന ചേച്ചി എന്നോട് ചോദിക്കുവല്ലേ സാറ് ദേഷ്യപ്പെടുമോന്ന്? ഞാനോ? ആ സാറ് ദേഷ്യപ്പെട്ടതുപോലെ ഇരിക്കുന്നു എന്നൊക്കെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്നോട് ചോദിക്കുക. എന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരാൾ ആദ്യമായിട്ട് ഇത് പറയുന്നത്. എനിക്ക് ആരെങ്കിലും ഒന്ന് ദേഷ്യപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ പലയിടത്തും പറഞ്ഞിട്ട് ആൾക്കാർ ഇത് സത്യമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് സത്യം പറയട്ടെ, ഈ പ്രായം വരെ ഞാൻ ഒരാളോടും ദേഷ്യപ്പെട്ടിട്ടില്ല. എന്റെ വീട്ടിൽ വളരെ പരിചയമുള്ളവരുടെ കാര്യം പറയുന്നത് അല്ലാതെ ദേഷ്യപ്പെട്ട് ചീത്ത വിളിക്കുക, തെറി പറയുക, അങ്ങനെയൊന്നും ഞാൻ ഈ പ്രായം വരെ ആരോടും ചെയ്തിട്ടില്ല. മക്കളോടൊക്കെ ഞാൻ പറഞ്ഞില്ല, എന്റെ വീട്ടിലുള്ളവരോട് ഇത് പറയുന്നു എന്നുള്ളതിനപ്പുറം അല്ലാതെ പൊതുസ്ഥലത്ത് ഇറങ്ങി ഞാൻ ഇത് കൺട്രോൾ ചെയ്യും. ഞാൻ ഇതുവരെ അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ല. ഇല്ല, അവസ്ഥ വരുന്നില്ല. അവസ്ഥ വരുന്നുണ്ട്. അവസ്ഥ നൂറ്റിക്കണക്കിന് ദേഷ്യപ്പെടാതെ ഡീൽ ചെയ്യുന്നത്. ഈ റെസൊല്യൂഷനിൽ കഴിഞ്ഞ പോലെ ഈ കൊല്ലമൊക്കെ ഞാനത് പരിശീലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദേഷ്യപ്പെടാനോ? അല്ലെങ്കിൽ ഇത് നമുക്ക് തന്നെ ബാധ്യതയായിട്ട് ഭയങ്കര മൈഗ്രെയിൻ തലവേനയൊക്കെ മാറാണ്ട് നിൽക്കുക. ഇതൊക്കെ പറഞ്ഞാൽ അത് തീരുമെങ്കിൽ പറഞ്ഞു തീർക്കാം. പക്ഷെ പിന്നെ ഞാൻ ഓർക്കും ഒരു കാര്യമില്ല, വേണ്ടെന്ന് വയ്ക്കും. അപ്പൊ സാർ പറയൂ, സാർ എന്ത് പറയാൻ പോകുന്നു? പ്രതീക്ഷയോടെ. അതായത് ഓമന ചേച്ചി കലക്കിന്ന് ഞാൻ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു കുഞ്ഞിത്തൊമ്മനെ അങ്ങ് ഇറക്കിയിട്ട് അതിനൊരു 6 അടി പൊക്കവും ഒക്കെ വെച്ചു കൊടുത്തിട്ട് ഇതിനെ വൈക്കോൽ തുറൂന്റെ മേലിൽ കയറ്റുക, ഉമിക്കരി കുടിപ്പിക്കുക, ഇങ്ങനെയുള്ള പല പരിപാടികളൊക്കെ ചെയ്ത് കുഞ്ഞിത്തൊമ്മന്റെ കഥയും പറഞ്ഞ് നല്ല ഗംഭീരമായിട്ട് പറഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു പറച്ചിലെല്ലാം, വളരെ ജെന്യൂനായിരുന്നു ആ പറഞ്ഞതെല്ലാം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഓർത്ത മറ്റൊരു കാര്യമുണ്ട്. ഇന്ത്യ ഒട്ടുക്കും എത്രയോ ചാനലുകളുണ്ട്. പല ചാനലുകളിലൊക്കെ ആണുങ്ങളുണ്ട്, പല സ്റ്റാൻഡപ്പ് കോമഡി പരിപാടികൾ അതൊക്കെ നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ഒരു അവകാശവാദമായിട്ടൊന്നും പറയാൻ എനിക്ക് പറ്റിക്കോളണം എന്നുള്ളൊരു നിർബന്ധവുമില്ല, എനിക്ക് അറിയുകയുമില്ല. ചിലപ്പോൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സാറ്റലൈറ്റ് ചാനൽ ടെലിവിഷൻ പരിപാടികൾ എടുത്തു നോക്കിയാലും ഓമന ചേച്ചിയുടെ പ്രായത്തിൽ, ഓമന ചേച്ചിയുടെ അവസ്ഥയിൽ ഒരു സ്റ്റാൻഡപ്പ് കോമഡി കോമ്പറ്റീഷനിൽ ഒരു സ്ത്രീ ഇതുപോലെ വന്ന് പെർഫോം ചെയ്യുന്ന മറ്റൊരു പരിപാടി ഇന്ത്യയിൽ ഒരു ടെലിവിഷൻ ചാനലിലും കാണൂലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത്രയും ഗംഭീരമാണ്, സൂപ്പറാണ് കേട്ടോ. വേറൊന്നും പറയാനില്ല, ഓമന ചേച്ചി തകർത്തു. ശരിക്കും ആ വൈക്കോൽ കുരയുടെ പൊക്കത്ത് ആളിരിക്കുന്നതും എല്ലാരും ഇങ്ങനെ മോനെ വാ മോനെ കാപ്പി കുടിക്കാം, ശരിയാണ്. ആ പറഞ്ഞ രീതിയൊക്കെ ആണെങ്കിലും ഒരമ്മയുടെ ഒരു വാത്സല്യത്തിന്റെ മോനെ വാ മോനെ കാപ്പി കുടിക്കണ്ടേ, വിശക്കുന്നില്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചതൊക്കെയുമേ നമുക്ക് ശരിക്കും അതൊക്കെ കാണാൻ പറ്റി. അപ്പൊ അതേപോലെ കുഞ്ഞിത്തൊമ്മൻ ഇപ്പൊ നമ്മളുടെ
ഉള്ളില് കേറി. ഓമന ചേച്ചിയും കുഞ്ഞു തൊമ്മനും നമ്മുടെ ചങ്കില് കേറി. അതുപോലെ നല്ല ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തു. പിന്നെ മറുതല രാമനും മുരുകനും അത് രണ്ട് പേരുകൾ എങ്ങനെയായിരുന്നു? രണ്ടുപേരുടെ കാര്യം പറഞ്ഞു. രണ്ട് അയൽക്കാരി പയ്യന്മാരുടെ പേര് മുണ്ടല രാമൻ, മുരുതല രാമൻ. രണ്ടുപേരുടെ പേര് രാമനാണേ. രണ്ടുപേരുടെയും പേര് രാമൻ എന്നാണ്. അത് കാരണം വീട്ടുപേര് ചേർത്താണ് മുണ്ടല രാമൻ, മുരുതല രാമൻ. അത് ആദ്യം പറയേണ്ടതായിരുന്നു. അത് ഞാൻ അങ്ങോട്ട് അത് കുഴപ്പമില്ല. മുണ്ടല രാമനും മുരുതല രാമനും അത് രണ്ടുപേരും കൊള്ളാം. ചേച്ചി പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ലാസ്റ്റ് ക്ലൈമാക്സ് പറഞ്ഞില്ലേ, ഞാനിങ്ങനെ നിത്യകന്യകയായിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞില്ലേ. അപ്പം ഞാൻ മിയയുടെ മുഖത്തേക്ക് നോക്കിയത്, മിയയുടെ കണ്ണീന്ന് കണ്ണീര് വന്നു. സത്യമായിട്ടല്ലേ? കരഞ്ഞു പോയില്ലേ? ഒരു ചെറിയ കണ്ണീരിന്റെ തുള്ളി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തട്ടിങ്ങനെ എനിക്ക് അതല്ല സങ്കടം. ഒരാൾ അവിടെ നിന്ന് ഇതൊക്കെ പറയുമ്പോഴും മിയയുടെ മുഖത്തോട്ട് നോക്കിയിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നുള്ളതാണ്. നിങ്ങളൊരു താത്തയല്ലേ താത്ത. എല്ലാം നല്ല ഗ്രാമീണത്വം ഉണ്ടായിരുന്നു പറഞ്ഞതൊക്കെ മൊത്തം. നല്ല നാട്ടിൻപുറത്ത് നടന്ന ഒരു കഥ മാതിരി ഫീൽ ചെയ്തു. കഥയല്ലേ ശരിക്കും? കഥയല്ലേ? അത് ഒരു തൊമ്മന്റെ ഒരു കുറച്ച് സ്വഭാവമുള്ള ഒരാള്. പിന്നെ ബാക്കിയൊക്കെ ഞാൻ എന്റെ സാങ്കല്പികമായിട്ട് ഉണ്ടാക്കിയെടുത്ത. അപ്പൊ രണ്ടുപേരുടെയും ഭയങ്കര രസമുള്ള പ്രസന്റേഷൻ ആയിരുന്നു. ടോപ്പിക്സ് ആണെങ്കിൽ കൂടി ചെറിയ ഒരു സാമ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പ്രസന്റേഷൻ വൈസ് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു, രസകരമായിരുന്നു. ഇനി ഇവർക്ക് ലഭിക്കുന്ന മാർക്സ് എത്രയെന്ന് അറിയാം, ഇവരിൽ ആരാണ് ബെസ്റ്റ് പെർഫോമർ എന്നറിയാം. ഓവർ ടു ദ ജഡ്ജസ്. രമേശ് ഏട്ടാ. ഓമന ചേച്ചിക്ക് 50-ൽ 46. 46 out of 50. ഓമന ചേച്ചിക്ക് മാത്രമല്ല ഇന്നത്തെ പ്രധാന കഥാപാത്രം കുഞ്ഞു തൊമ്മനും കൂടെ ചേർത്ത് 47. അപ്പൊ ടോട്ടൽ 93. 100-ൽ 93 മാർക്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഇനി അശ്വതി ചേച്ചി. 48. വെരി ഗുഡ്. ഔട്ട് ഓഫ് 50 48. മിയ 48. വീണ്ടും 48. അപ്പൊ ടോട്ടൽ 96. 96 out of 100. അപ്പോൾ അശ്വതി ചേച്ചിയാണ് ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി എപ്പിസോഡ്. പിന്നെ രണ്ടുപേർക്കും ഗോൾഡൻ എൻട്രി ലഭിച്ചിരിക്കുന്നു. അതായത് ഇനി വീണ്ടും ഇവിടെ വന്ന് ഓഡിഷൻ അല്ലാണ്ട് വീണ്ടും ഇവിടെ സ്റ്റാൻഡപ്പ് കോമഡി പറയാം കേട്ടോ. ഇനി വരില്ലേ? സന്തോഷം. വരും. ഇവിടെയോ? ഇവിടെ സന്തോഷം, ഒരുപാട് സന്തോഷം. Once Upon a Time Season 4 മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന സമ്മാനം കൊടുക്കാനായിട്ട് മിയ, രമേശ് ഏട്ടാ പ്ലീസ്. സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ ഈ സ്റ്റാൻഡപ്പ് കോമഡി പരിപാടിയിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ onceupon-a-time@gmail.com മെയിൽ ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽസ്. ഈ ഒരു സെഗ്മെന്റോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് വൈകിട്ട് കഴിഞ്ഞാണ്. നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. Until then, bye bye.